പശ്ചിമഘട്ടത്തിൻ്റെ കാവലിൽ കരിമ്പനകൾ തലയാട്ടി നിൽക്കുന്ന പച്ചപ്പിൻ്റെ ഒരു നാട്. പർവ്വതങ്ങൾക്കിടയിലൂടെ വീശുന്ന കാറ്റാണ് ഈ നാടിൻ്റെ താളം നിശ്ചയിക്കുന്നത്. കൃഷിയും കലയും ചരിത്രവും ഒരുപോലെ ഇഴചേരുന്ന ഒരു ഭൂമിക. പഴമ മാറാത്ത തെരുവുകളും ഹെക്ടർ കണക്കിന് പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും കരിങ്കല്ലിൽ തീർത്ത കോട്ടകളും ഈ നാടിൻ്റെ അടയാളങ്ങളാണ്. ഇവിടുത്തെ ഓരോ ചുവടിലും ഗ്രാമീണതയുടെ നന്മയും കരിമ്പനകളുടെ കരുത്തും മണ്ണിൻ്റെ മണവുമുണ്ട്. പ്രകൃതി സ്വയം വരച്ച ഒരു സുന്ദര ചിത്രം പാലക്കാട്. വിശാലമായി പരന്നു കിടക്കുന്ന ഒരുപാട് നെൽപ്പാടങ്ങൾ പാലക്കാട് എന്ന ഭൂപ്രകൃതിയുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. ഇളം കാറ്റിൽ ആടിക്കളിക്കുന്ന നെൽപ്പാടങ്ങളിലേക്ക് സൂര്യപ്രകാശം പതിക്കുമ്പോൾ അവ സ്വർണം പോലെ തിളങ്ങാൻ തുടങ്ങും. ഈ സുന്ദരമായ നെൽപ്പാടങ്ങൾ പാലക്കാടിൻ്റെ 1912.77 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. ഇതിൽ മനോഹരമായ ഗ്രാമങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ നെൽപ്പാടങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന മനോഹരമായ ഒരു ഗ്രാമമാണ് കൊല്ലങ്കോട്. പ്രകൃതിയുടെ മനോഹര സ്പർശം നിറഞ്ഞ ഒരു ശാന്തമായ ഗ്രാമമാണ് കൊല്ലങ്കോട്. പച്ചപ്പും തെങ്ങിൻ തോട്ടങ്ങളും കടൽക്കാറ്റിൻ്റെ തണുപ്പും ചേർന്ന് ഈ സ്ഥലത്തെ പ്രത്യേകമാക്കുന്നു. സൂര്യനുദിക്കും മുന്നേ കൊല്ലങ്കോട് എന്ന ഗ്രാമത്തിൽ ഞാനെത്തി. ആദ്യം ചെന്നത് ഒരുപാട് കാലം പഴക്കമുള്ള ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലേക്കാണ്. അവിടെ നിന്നാണ് ഈ യാത്രയുടെ ആരംഭം. നമസ്കാരം. പിന്നെ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കല്ലേ? പിന്നെ പേരെന്താ? എൻ്റെ പേര് ചന്താമരാക്ഷി. എങ്ങനെ? ചന്താമരാക്ഷി. ചന്താമരാക്ഷി അല്ലേ? എൻ്റെ ചേട്ടൻ്റെ വൈഫാണല്ലേ? രാവിലെ എത്ര മണിക്ക് ഉറക്കില്ല? 6 മണിക്കാ? 5 മണിക്ക്. 5 മണിക്ക് ഉറക്കും അല്ലേ? വൈകുന്നേരം 7 മണി വരെ. ഓക്കെ ഓക്കെ. ഫുൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? കട തുടങ്ങിയിട്ട് എത്രയായി? കുറേ ആയോ? 51 വർഷമായി. 50 വർഷമായല്ലേ? 51. ഇനി അങ്ങോട്ടേക്ക് ഇതേപോലെ തന്നെ? കൊല്ലങ്കോട് എന്ന ഗ്രാമത്തിലാണ്
ഇവിടെയുള്ള ചില കടകളൊക്കെ വ്യത്യസ്ത രീതിയിലാണ് കാണുന്നത്. പണ്ട് കാലത്തുള്ള കുടിലുകളൊക്കെ പോലെ എങ്ങനെയാണെന്നുള്ളത് എൻ്റെ ബാക്കിൽ നിന്ന് ഇപ്പോൾ കാണാൻ പറ്റും. ഈ കട ഏകദേശം 51 കൊല്ലമായി. അതല്ലാതെ തന്നെ ഈ കുടിൽ 71 കൊല്ലത്തിന് മേലെയായി. ഇവർ തുടർന്നും ഇതിങ്ങനെ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇതിൻ്റെ മേൽക്കൂര മുള കൊണ്ടും പനേൻ്റെ ഓല കൊണ്ടുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഈ കാണുന്ന മേൽക്കൂര കൊല്ലത്തിലൊരിക്കൽ മാറ്റും, ബാക്കിയുള്ളത് അവർ അങ്ങനെ തന്നെ വെക്കുകയാണ് ചെയ്ത്. എന്തെങ്കിലും പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ മുളകളൊക്കെ മാറ്റുള്ളൂ. പിന്നെ മരത്തടിയും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ മാത്രമല്ല ഓരോ ഭാഗങ്ങൾ ഇതേപോലെയുള്ള കടകൾ കാണാൻ പറ്റും. വീടുകളൊന്നും അധികമായിട്ട് കാണുന്നില്ല, പക്ഷേ കടകളാണ് കൂടുതലുള്ളത്. പിന്നെ പണ്ട് കാലങ്ങളിൽ നിന്നും ഇപ്പോഴത്തെ വീടുകളിലേക്കെല്ലാം എല്ലാവരും ഈ ഒരു ഭാഗത്ത് മാറി മാറി വരുന്നുണ്ട്. ഒരു ഭാഗത്ത് ഉയരത്തിൽ നിൽക്കുന്ന നെല്ലിയാമ്പതി മലനിരകളും മറുഭാഗത്ത് പച്ച പൊതിച്ച് കിടക്കുന്ന നെൽപ്പാടങ്ങളും. ഇതിനിടയിലൂടെയുള്ള യാത്ര എനിക്കൊരു സ്വർഗത്തിലൂടെ കടന്നു പോകുന്നത് പോലെയായിരുന്നു. കണ്ടില്ലേ, എത്ര മനോഹരമായിട്ടാണ് ഈ നെൽപ്പാടങ്ങളൊക്കെ നിൽക്കുന്നത് കാണാൻ. രാവിലെ മുതലും വൈകുന്നേരം വരെ ഈ പാടത്ത് പണിയെടുക്കുന്ന ആൾക്കാരുടെ കഷ്ടപ്പാടും അവർ അത്രക്കും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടൊരു കാഴ്ച തന്നെ കാണാൻ പറ്റുന്നത്. ഈ പാടത്തിൻ്റെ ഓരോ ഭാഗത്തൊക്കെ അവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയും അല്ലാതെ ഇത് കാണാൻ വരുന്ന ആൾക്കാർക്കെല്ലാം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് മുള കൊണ്ടും ഓല കൊണ്ടും നിർമ്മിച്ച കുറേ ഇരിപ്പിടങ്ങൾ കാണാൻ പറ്റും. സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതവും പെരുമാറ്റവും ശീലങ്ങളും ഈ നാടിൻ്റെ ഭംഗി കൂട്ടുന്നു. കേരളത്തിൽ 42% നെൽകൃഷി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നെൽപ്പാടങ്ങൾ ആസ്വദിക്കാനും അറിയാനും ഞാൻ അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് പോയി, മുതലമട. ഇനെന്താ പറയുക, കളയെടുക്കാന്നല്ലേ? ഇതാണ് കളയെടുക്കുന്നത്. ഇതൊന്നും പറ്റാത്ത സാധനങ്ങളാണ്. ഇപ്പൊ ഇവിടെ കളഞ്ഞൊക്കെ ഒന്നും പറ്റൂലല്ലേ? പറ്റില്ല. ഇത് കളഞ്ഞിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളതിന് നെല്ല് വളരൂല. ഇത് പറിച്ചെടുത്താലേ വളരുള്ളൂ. ഇതിന് തീറ്റ കൊടുക്കുന്നതൊക്കെ ഇത് തിന്നില്ലേ? എങ്ങനെ? ഇതിന് തീറ്റ കൊടുക്കുന്നത് ഇത് തിന്നും. ആ ഓക്കെ, അങ്ങനെ അങ്ങനെ. പിന്നെ ഈ സാധനത്തിന് പൊടിക്കളയുണ്ട്. കളവിട്ട് കൊടുക്കില്ല മാനെ. കളവൊക്കെ ഈ കള തിന്നും. കള തിന്നും അല്ലേ? ചപ്പ് താന്നു പോവും. പഞ്ചിൽ നെല്ല് വരില്ല. സാധനമൊക്കെ വേസ്റ്റ് ആണ്. വേസ്റ്റ് അല്ലേ? ഓക്കെ. പഞ്ച പഞ്ച. ഇല്ല, സോക്സ് ഉണ്ട്. അല്ല, സോക്സ് ഉണ്ട് എന്ന് പറയാം. മുള്ളുണ്ടപ്പോ അല്ലല്ല, അത് ഊരി വെക്ക്. ആ, ഇത് ഊരി വെക്കോ? അവിടെ മുള്ളുണ്ടെന്നാ പറഞ്ഞു. ആ, മനസ്സിലായി. കുത്തണ്ടാ പറയാ. ഓക്കെ. നല്ല
നല്ല താന്നു പോയത്. ഇല്ല അതാണ് ഞങ്ങൾ നിൽക്കണം അത്ര തന്നെ. ഓ എത്ര ഉണ്ടാവുള്ളൂ. ചുരുക്കിക്കോ. ഓക്കെ. ഞങ്ങളെ പോലെ വെളിയിൽ പോണ്ടല്ലേ, ഞങ്ങൾക്ക് ചെളിയാലും കുഴപ്പമില്ല. ഇതിവിടെ നിന്നോ. അതന്നെ ഇങ്ങനെ അത്രയേ ഉള്ളൂ. ഇതിങ്ങനെ ഈ പഞ്ചന്റെ അടിയിട്ട് ഇങ്ങനെ പെറുക്കിയ ഇങ്ങോട്ട് നോക്കി നിന്ന് പെറുക്കിയ അപ്പോഴല്ലേ നിന്റെ ക്യാമറ നിന്നെ നോക്കുള്ളൂ. അവിടെ നിന്ന് ഇങ്ങനെ കുഴിയായാലും പ്രശ്നമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല, അത് വലിച്ചോ ഇങ്ങനെ. ഈ സാധനം അതന്നെ. ഇത് മാത്രം പെറുക്കണ്ട, ഇതൊക്കെ അങ്ങനെ വലിച്ചിട്ട് പെറുക്കണ്ട മേലത്തൊന്നും. ഇതെന്തിനു കൊണ്ടുപോകണം സീരിയലിന? അല്ല, ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആളല്ലേ. ഓ ഞങ്ങളേ അപ്പുറത്ത് ഇപ്പൊ വന്നില്ലേ വന്ന് കാമ്പ്രച്ചുള്ള വഴിയാ? അല്ല, ഞാൻ ഇപ്പൊ വരുന്നത് ഇവിടുന്നാണ്. ഇങ്ങനെ വന്നില്ലേ ഈ കുടിലിടം ആ ഒരു ഭാഗത്തില്ലേ? അപ്പൊ അവിടെ കൃഷി കണ്ടില്ലേ? കണ്ടു. നമ്മളെ ചക്രം ഇല്ലേ, ചക്രം, ഈ വെള്ളം ഇങ്ങനെ വേർതിരിച്ചു വിടുന്ന ചക്ര ചവിട്ട് ഇങ്ങനെ ചവിട്ട് വെള്ളം അങ്ങനെ വേണ്ട. ചക്രം എന്നാണ് ചവിട്ട് എന്നാണ് പറയാ. ചവിട്ടെന്നും പറയും ചക്രം പറയും. ചക്രം നമുക്ക് ഇവിടെ വെള്ളമുണ്ട്, വെള്ളമുണ്ട്, അതുകൊണ്ട് വേണ്ട. വെള്ളം വിട്ടു കഴിഞ്ഞാൽ കനാലിൽ കൂടെ തോട്ടിൽ കൂടെ വെള്ളം വന്ന് നമ്മുടെ കൃഷിക്ക് വീഴും. പൊക്കമുള്ള സ്ഥലത്താകുമ്പോ വേണ്ട ഇതുപോലെ ഹൈറ്റിൽ കൊടുത്ത് ഇങ്ങനെ ചവിട്ടി അതൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട്. ഇതിപ്പോ നമ്മളുടെ ഇവിടെ ഒന്നും അതിന്റെ ആവശ്യമില്ലല്ലേ? ഈ പാലക്കാട് കൂടുതൽ ചവിട്ടിന്റെ ആവശ്യമില്ല. കാരണം എല്ലായിടത്തും ഡാമുകളുണ്ട്. ഇവിടെ കുറെ ഡാമുകളുണ്ട്. ഇവിടെ മീങ്കര ഡാമുണ്ട്, അവിടെ ചുള്ളിയ ഡാമുണ്ട്, പിന്നെ മൂവത്തറ ഡാമുണ്ട്. ചിരിക്കൊക്കെ വായി പല്ലില്ലാണ്ട് എടുത്ത് പാടത്ത് പണിയെടുക്കുന്ന ഇവരുടെ കൂടെ ഒരുപാട് നേരം ഞാൻ സംസാരിക്കുകയും കള പറിക്കുകയും ചെയ്തു. അവർ അവരുടെ അനുഭവങ്ങളും ജീവിത രീതിയും നെല്ലിനെക്കുറിച്ചും എനിക്ക് ഒരുപാട് പറഞ്ഞു തന്നു. ശേഷം ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മറ്റൊരിടത്തേക്ക് പോവുകയാണ്. കൊല്ലങ്കോടിൻ്റെ പ്രകൃതി ഭംഗിക്കിടയിൽ ആത്മീയതയുടെ ഒരു ലോകമാണ് ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി ക്ഷേത്രം. അനേകം വിശ്വാസികൾ നെഞ്ചിലേറ്റുന്ന ഈ പുണ്യഭൂമി ഗ്രാമീണരുടെ കാവൽ ദൈവമായാണ് കാണുന്നത്. ഈ ക്ഷേത്രവും ഇവിടുത്തെ ആചാരങ്ങളും വിശ്വാസികളുടെ മനസ്സിന് ശാന്തി നൽകുന്നു. വിഘ്നങ്ങൾ അകറ്റാനും ആഗ്രഹങ്ങൾ സാഫല്യമാക്കാനും ഭക്തർ എത്തിച്ചേരുന്ന ഈ സന്നിധി കൊല്ലങ്കോടിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ്. അപ്പോൾ ഇവിടെ നീ എന്താ നേരുന്നത്? ഇവിടെ നേർന്നിട്ടുണ്ടെങ്കിൽ ആടോ കോഴിയോ നിൽക്കെന്താ നിന്റെ കൈ സാധിക്കുന്നത് കൊണ്ടുവരിക, വെട്ടുക, പൂജ കഴിക്കുക, വിൽക്കുക, ഉണ്ണുക, പോവുക. നമ്മളിപ്പോ ഇവിടുന്ന് അത് നിർബന്ധമാണ്. അത് ബലി കൊടുക്കാന്നാണ് പറയാ. ബലി കൊടുക്കുകയല്ല, പൂജ ചെയ്യുക. ആടിനെയോ കോഴിനോ നിന്റെ കയ്യിൽ എന്താ ഇഷ്ടമുള്ളത് നിൽക്കുകയോട് ചെയ്തിട്ട് പോവാം. അത് എന്തിനു വേണ്ടിട്ട് അങ്ങനെ ചെയ്യുന്ന? വീടുകളൊക്കെ നിനക്ക് വീട് കഴിക്കണോ, അതോ പിന്നെ പെണ്ണ് കെട്ടണോ? ഇതൊക്കെ പ്രാർത്ഥിച്ച പെണ്ണ് കെട്ടി ഒന്ന് നോക്കി നിനക്ക് കല്യാണം കഴിഞ്ഞാൽ നിന്റെ മനസ്സിൽ എന്താ ഉള്ളത് അത് ഇവിടെ കൊണ്ടുവന്ന് കഴിക്കുക. അങ്ങനെയാണല്ലേ? പിന്നെ ഇപ്പൊ വീട് കഴിക്കണോ പറയുന്നു. വീട് കഴിക്കണമെന്ന് പറഞ്ഞാൽ വീട് സന്തോഷം പോലെ ഒരു മുടക്കവും ഇല്ലാതെ വീട് കഴിക്കുക. ഞാൻ ഇതുപോലെ ഒരു വീട് വെച്ച് ഇതുപോലെ മുട്ടൻ്റെ അവിടെ കൊണ്ട് വയ്ക്കാൻ പറഞ്ഞാൽ അത് ചെയ്യും. ഓക്കെ, അത് നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. എന്നിട്ട് വീടായതിനു ശേഷം നമ്മൾ ഇവിടെ വന്നിട്ട് പൂജ ചെയ്യിക്കുക. കോഴിനെ ആടിനെ അറുത്തിട്ട് അത് എൻ്റെ മനസ്സിലുള്ളത് വെച്ചിട്ട് ഇവിടെ പൂജ ചെയ്യുക. എന്നിട്ട് അത് ഇപ്പൊ കോഴി അറുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കോഴീനെ അറുത്ത് അത് പിന്നെ ഭക്ഷണം ആക്കിയിട്ട് തിന്നിട്ട് പോണോ? ഭക്ഷണം കഴിച്ചിട്ട് എൻ്റെ ഇഷ്ടം പോലെ.
ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി ക്ഷേത്രത്തിൽ വരുന്ന ജനങ്ങളുടെ ഇവിടുത്തെ ദൈവത്തിനുള്ള വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. ഇപ്പം ഒരു വീട് വെക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, അപ്പം അവരിവിടെ ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് പ്രാർത്ഥനയ്ക്ക് ശേഷം ഇവർ ഇവിടുന്ന് പോകും. അതിനുശേഷം ആ പ്രാർത്ഥനേൻ്റെ ഫലം കിട്ടുമ്പം വീണ്ടും ഇവർ തിരിച്ചു വരും. അതായത് വീടായി കഴിഞ്ഞാൽ കുട്ടികൾ ഇല്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ഇവർ ഇങ്ങോട്ടേക്ക് വരും. എന്നിട്ടൊരു പൂജയിലൂടെ ഇവർ ആ ഒരു ദൈവത്തിന് നന്ദി അർപ്പിക്കും. ഈ പൂജ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴീനെ അല്ലെങ്കിൽ ആടിനെ കൊണ്ടുവരും, എന്നിട്ട് അതിനെ അറക്കുകയാണ് ചെയ്യുക. ആദ്യം ഒരാൽമരത്തിൽ നിന്നിട്ട് പ്രാർത്ഥിക്കും, അതിനുശേഷം വേറൊരു ആൽമരത്തിൻ്റെ ചോട്ടിൽ നിന്നിട്ട് കോഴീനെ അറക്കുകയാണ് ചെയ്യുക. കൂടുതലും കോഴിയാണ് എല്ലാവരും അറക്കുന്നത്. എന്നിട്ട് ഈ അറുത്ത കോനെ അവിടെ വെച്ചിട്ട് തന്നെ അവർ ഭക്ഷണമാക്കിയിട്ട് കഴിച്ചിട്ട് തിരിച്ചു പോകും. ഇതാണ് ഈ ഒരു അമ്പലത്തിലെ മെയിനായിട്ടുള്ള കാര്യം.